ആരാണ് ഹനുമാനെന്നും എന്താണ് ഹനുമാനെന്നും ഹനുമാൻ എങ്ങനെയാണ് വാല് ചുരുട്ടി വെച്ചതെന്നും എങ്ങനെയാണ് മെസ്സഞ്ചറായി തന്നെ ദൂതനായി തന്നെ പോയിരിക്കുകയും അദ്ദേഹത്തിന് താഴെ പീഠം പോലും നിഷേധിച്ചപ്പോ എന്റെ രാമന്റെ ഉയരം എന്ന് പറയുന്നത് നിന്റെ ഉയരത്തിനോളം തന്നെയാണ് രാവണ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാവണനോളം ഉയരത്തിൽ തന്റെ വാല് ചുരുട്ടി ചുരുട്ടി സ്വയം തന്നെ ഒരു സിംഹാസനം ഉണ്ടാക്കി വെക്കുകയും ആ സിംഹാസനത്തിന്റെ മേളിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത സാക്ഷാൽ ഹനുമാൻ, കേവലം ഒരു കുരങ്ങൻ. കഥയുടെ തുടക്കത്തിലേക്ക് ഞാൻ ഒന്നുകൂടി പോയി വരട്ടെ. എല്ലാം ഒന്നാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു നല്ല ഉദാഹരണമാണ് ഒരു കുരങ്ങനും ഭഗവാനാകാം എന്നുള്ള സങ്കല്പം. എത്ര വലിയ ഒരു വ്യക്തിയാണെങ്കിലും, എത്ര തന്നെ ഭയം ഒരാൾക്ക് ഉണ്ടാകുന്നു എങ്കിലും, എത്ര തന്നെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നുണ്ട് എങ്കിലും, തരണം ചെയ്യണം എന്നുണ്ടെങ്കിലും ഭജിക്കേണ്ടത് ഒറ്റ ഒരാളെയാണ്. അത് സാക്ഷാൽ ഹനുമാനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേവലം ഒരു കുരങ്ങൻ. പക്ഷേ കുരങ്ങൻ ഉപാസന കൊണ്ട് തന്നെ, സ്വയം സമർപ്പിക്കുന്ന മനസ്സുകൊണ്ട് തന്നെ, നിസ്വനമായിട്ടുള്ള തത്വദീക്ഷ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വയം സമർപ്പണ മനോഭാവത്തോടുകൂടി തന്നെ ഒടുവിൽ ഭഗവാനായി മാറുകയോ ഭഗവാനേക്കാളും മേളിൽ ആയി മാറുകയോ ചെയ്തു. സ്വയം ആവുകയാ ചെയ്തത്, ആരും ആക്കിക്കൊടുത്തതല്ല. അങ്ങനെ ആകാൻ ഹനുമാനൊട്ട് ഇഷ്ടവുമല്ല. ഹനുമാൻ എന്നും ഭഗവാന്റെ കാൽ കീഴിൽ തന്നെയാണ് ഇരിക്കാൻ ഇഷ്ടം. ഞാൻ വരുന്ന നാട്ടിൽ തിരുമറയൂർ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഹനുമൽ സേവിത രാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. കർക്കിടക മാസത്തിലാണ് വിശേഷ ദിവസങ്ങളെല്ലാം. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പഴയ ഒരു അമ്മുമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അമ്മുമ്മ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, പണ്ടുകാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കഥ എന്നോട് പറഞ്ഞു. കഥ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കഥ കേട്ടു. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോടും ആ കഥ പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്. രാവിലെ എപ്പോഴൊക്കെ തിരുമേനി നട തുറന്നാലും എത്ര നേരത്തെ എണീറ്റ് നിർമാല്യം എന്ന മട്ടിൽ തന്നെ തൊഴാം എന്ന മട്ടിൽ കയറിയാലും അവിടെ ചെല്ലുമ്പോൾ 3 or 4 തെച്ചിപ്പൂ കിടക്കുകയും 2 or 3 വറ്റ് ചോറ് കിടക്കുകയും ചെയ്യൂത്രേ. അപ്പൊ ഇങ്ങനെ പ്രാചീന കാലത്ത് അവിടെ ഒരു കഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിന് തിരുമറയൂർ എന്ന് പറയാൻ കാരണം അവിടെ വെച്ചാണ് അത്രേ മാൻ മറഞ്ഞു പോയത്. ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. രാമന്റെ കഥയുമായി ചേർത്ത് വെക്കാവുന്ന, കൃഷ്ണന്റെ കഥയുമായി, പാണ്ഡവരുടെ കഥയുമായി ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലത്ത് മാൻ മറഞ്ഞുപോയി എന്ന സങ്കല്പത്തിലാണ് തിരുമറയൂർ എന്ന പേര് വന്നത് എന്നും, ഈ പ്രദേശത്ത് ഹനുമാനാണ് ഭഗവാനെ സേവിക്കുന്നതെന്നും, രാവിലെ ഭഗവാൻ ഒരു ഇല വെക്കാതെ, ഒരു പൂ വെക്കാതെ, ഒരു വറ്റു വെക്കാതെ ഇരിക്കാൻ പറ്റില്ല. സൈഡിൽ പോയി നിന്നോളും. ഇനി നിങ്ങൾ ബാക്കിയൊക്കെ നിർമ്മാല്യം എടുക്കോ വെക്കോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജകളൊക്കെ ചെയ്തോളൂ, ആദ്യത്തെ പൂജ എന്റെയാണ് എന്ന് പറയുന്ന നിസ്വനായിട്ടുള്ള ഭക്തി. എന്നാലോചിച്ച് നോക്കൂ, ഇത് ലോകത്തെ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ പെടുത്തി നിർത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു കുരങ്ങൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യരെക്കാളും താഴെയാണ് പരിണാമ പ്രക്രിയയിൽ എന്നും ആണ് ശാസ്ത്രം പറയുന്നത്. ആ കുരങ്ങന് ഭഗവാനായി മാറാൻ പറ്റും. അതും ഇതും ഒന്ന് തന്നെ, ഇതും അതും ഒന്ന് തന്നെ. നേരത്തെ ഞാൻ പിറന്നാളിനെ പറ്റി പറഞ്ഞതുപോലെ ദൂരെ നിൽക്കുന്ന നക്ഷത്രവും നിന്റെ വീട്ടിന് മുമ്പിൽ ഇരിക്കുന്ന നിന്റെ പിറന്നാളിന്റെ വൃക്ഷവും നിന്റെ പിറന്നാള് ദ്വേദിപ്പിക്കുന്ന പക്ഷിയും മൃഗവും നീ ഉപാസിക്കേണ്ട ദേവതയും പിറന്നാളിനോട് ചേർന്നിട്ടുള്ള ദേവതയും ഒന്ന്, നീയും ഒന്ന്. ഈ ഓർമ്മപ്പെടുത്തലുകളിലാണ് ഒരു പക്ഷേ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ പഴയ വിഷു സങ്കല്പത്തിൽ സാക്ഷാൽ ഭഗവാനെ കണി കാണാനായിട്ട് കണ്ണൊന്നു പൊത്തി പോയി ആ ഓട്ടുരുളിയിൽ വെച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം കണ്ടു വണങ്ങുമ്പോൾ വീട്ടിലെ മുതിർന്ന ജനങ്ങൾ കുട്ടികളോടായി പറയുന്നത്, എല്ലാരും കണി കണ്ടു കഴിഞ്ഞുവെങ്കിൽ ഇനി ഈ ഓട്ടുരുളി എടുത്ത് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനെ കാണിക്കാൻ. ഒരു ചടങ്ങുണ്ടത്, ഒരു ചടങ്ങുണ്ട് പലയിടങ്ങളിലും. ഇന്ന് കുട്ടികളോടത് പറയുകയോ മുതിർന്നവർ അത് സംസാരിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ എല്ലാരും കളിയാക്കും, വട്ടായിപ്പ് നസ്സായി എന്ന് തന്നെ പറയും. പ്ലാവിന് കണ്ണുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ നിനക്ക് എപ്രകാരം തന്നെയാണ് ഭഗവാനെ കണി കാണാൻ അവകാശമുള്ളത്, ആ അവകാശം തന്നെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനും മാവിനും ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരു സംസ്കാരം. ആ സംസ്കാരം എത്ര തീവ്രമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പ്ലാവിനെ കണി കാണിച്ചാൽ തീരില്ല, പിന്നെ തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന്റെ അടുക്കലേക്ക് പശുവിനെ കണി കാണിച്ചു വരാൻ പറയും. ഈ സങ്കല്പം പഞ്ചമഹായജ്ഞങ്ങൾക്കകത്ത് ഭൂതയജ്ഞം നടത്തുന്ന പ്രക്രിയയുമായി ചേർത്ത് വായിക്കാം. പഞ്ചമഹായജ്ഞങ്ങൾ പലതാണ്. ഒന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. കുടുംബത്തിൽ തന്നെ ഉപാസന നടത്തുകയോ ജപം നടത്തുകയോ അല്ലെങ്കിൽ ഒരു യാഗം ഒക്കെ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് ബ്രഹ്മയജ്ഞമായി നമുക്ക് കൂട്ടാം. രണ്ടാമത്തെ യജ്ഞം ദേവയജ്ഞമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചെയ്യുന്നത് ദേവയജ്ഞമാണ്. ഭഗവാനെ പോയി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുക, ഭഗവാനെ സ്വയം സമർപ്പിക്കുക. അപ്രകാരം
അപ്രകാരം ചെയ്യുന്നതെല്ലാം യജ്ഞരൂപേണ ചെയ്താൽ പഞ്ചമഹായജ്ഞത്തിലെ രണ്ടാമത്തെ ദേവയജ്ഞമായി അത് പരിണമിക്കുന്നു. മൂന്നാമത്തത് പിതൃയജ്ഞമാണ്. ഇതും ഭാരതത്തിന്റെ, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ കെടാത്ത ഒരേടാണ് എന്ന് ഓർത്തു വെക്കണം. ആ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: പിതൃ എന്നാൽ നമ്മെ വിട്ടുപോകുന്ന ഒരാളല്ല, മറിച്ച് ഇവിടെ എവിടെയൊക്കെ തന്നെ അനുഗ്രഹാശസ്സുകളോടെ എന്നെയും നിങ്ങളെയും എന്നുമെന്നും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്ന എന്തോ ഒന്ന്. ആ ഒന്ന് ഭഗവാന്റെ സാന്നിധ്യത്തിലേക്ക് പിതൃവിനെ എത്തിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. നിന്നെ ഭഗവാന്റെ അടുക്കലേക്ക് എത്തിക്കാൻ പിതൃവിനും ബാധ്യതയുണ്ട്. ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഈ കൊടുക്കൽ വാങ്ങലാണ് കർക്കിടക മാസങ്ങളിൽ നാം ഒരു ഉരുള ചോറ് വെച്ച് കാകന്റെ രൂപത്തിലോ, എങ്ങനെയാണ് പിതൃ വരുന്നതെന്ന് നമുക്കറിയില്ല, കാകനെന്ന് തന്നെ സങ്കല്പിച്ചുകൊണ്ട് കൈകൊട്ടി ഓടിവായോ കഴിച്ചോളൂ എന്ന് നമ്മൾ പറയുന്നത്. ഒരു സ്വർഗവും കൂടെ, ഒരു ദിവസവും കൂടെ സ്വർഗത്തിന്റെ അടുക്കലേക്ക് പിതൃവിനെ അടുപ്പിച്ചു കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. അടുപ്പിച്ചു കൊടുക്കുന്നു. പിതൃവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ബാക്കി കിട്ടില്ല എന്ന മട്ടിൽ പിതൃവിനായി സമർപ്പിക്കുന്നത് എന്തും. എന്റെ തറവാട് വീടുകളിലൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, അമ്മമ്മയുടെ വീട്ടിലേക്കോ അച്ഛമ്മയുടെ വീട്ടിലേക്കോ ഒക്കെ പോകുന്ന നാളുകളിൽ, വിഷു, ഓണം പോലുള്ള പ്രധാന ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ, എല്ലാവരും ബന്ധുജനങ്ങൾ കൂടുന്ന വേളകളിൽ പ്രത്യേകിച്ചും സദ്യ ഒരുക്കിയിട്ട് ഒരു മുറിക്കകത്ത് സദ്യ മുഴുവൻ വിളമ്പി വെച്ചിട്ട് വാതിലടയ്ക്കും. അപ്പൊ കുട്ടികളോട് പറയും നോക്കരുതെന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഉറപ്പായും നോക്കും. ജനലിലൂടെ പോയി ഞങ്ങളൊക്കെ നോക്കും, ഇതാരാണപ്പോ ഇവിടെ വരുന്നത്, വാതിലടച്ചിരിക്കുന്നു, നമുക്കും തരാതിരിക്കുന്നത്. നമ്മൾ ആരെയും കാണില്ല, പക്ഷെ ആ സങ്കല്പം ഇപ്പൊ മനസ്സിലുണ്ട്. അത് പിതൃവിന് കൊടുക്കുവാണ്. പിതൃ വന്നോ കഴിച്ചോ എന്നൊന്നും നമുക്കറിയില്ല, ഭഗവാനെ നിവേദിക്കുന്നത് പോലെയാണ്. കഴിച്ചിട്ടുണ്ടാവും എന്നതാണ് നമുക്ക് സങ്കല്പം. അവിടെ കൊടുക്കാതെ എനിക്ക് അറിഞ്ഞാല കേട്ടോ എന്നാണ് സങ്കല്പം. നോക്കൂ എത്ര മനോഹരാണ്. ഒരു ജനതയും കൊല്ലാനും തിന്നാനും ഉന്മൂലനം ചെയ്യാനും അഹിതമെന്ന് പറയാനും ദൂരത്ത് പോ എന്ന് പറയുകയും ചെയ്യാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിനാണ് അത് കൊള്ളുകയല്ലാത്തതാണ്, അത് ചീത്തയാണ്, അതില്ലാത്തതാണ്, അത് സനാതം അല്ലാതെ ഇരിക്കുന്നത് മട്ടിൽ അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്. തിരിച്ചു പിടിക്കണ്ടേ? ഓരോ സനാതന ധർമ്മ വിശ്വാസിയും തന്റെ നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ലോകത്തിന്റെ നുറുകയിൽ നിന്ന് ഉറക്കെ ലോകത്തോടായി തന്നെ പറയണം. ഒരു ഉദാഹരണം പറയൂ. ഏതെങ്കിലും ഒരു സംസ്കാരത്തെ പുലഭ്യം പറഞ്ഞ കഥ, ഒരു സംസ്കാരത്തെ മാറ്റി നിർത്തിയ കഥ. ഇവിടെ എല്ലാം അധിനിവേശ ശക്തികൾ പല രീതിയിൽ വരികയും കടന്നാക്രമിക്കുകയും ഇതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോ ഈ സനാതന ധർമ്മ വിശ്വാസി എന്താ ചെയ്തത്? 18 തവണയാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്. മല്ലുകണക്കിന് സ്വർണമാണ് ഗസ്നിയും ഗോറിയും കൈയിട്ട് വാരി കൊണ്ടുപോയത്. കട്ടുകൊണ്ടുപോകാൻ തന്നെയാണ് മനുഷ്യരൊക്കെ വന്നത്. ബ്രിട്ടീഷുകാർ അതിനെ വളരെ മനോഹരമായ പദത്തിൽ ഇവിടുത്തെ രാജാക്കന്മാർ സമ്മാനിച്ചതെന്ന് പറയും. സമ്മാനിച്ചത് എന്നത് അവരുടെ മനോഹര പദം, കട്ടെടുത്തത് എന്നുള്ളതാണ് സത്യം. കട്ടെടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാജ്യം ദരിദ്രമായിരുന്നു എന്നും ഭാരതം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തതാണെന്നും ഉറക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് അവരുടെ മാർഗദർശിയായി നിന്നത്, ഗുരുവായി നിന്നത് മെക്കാളെ സാഹിബാണ്. മെക്കാളെ സാഹിബ് ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു കത്തെഴുതി ഒരുപാട് രാജ്യങ്ങളെ നമ്മൾ കീഴടക്കി കേട്ടോ. പക്ഷെ ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിൽ 30 ലക്ഷത്തിൽ പരം സക്രിയമായിട്ടുള്ള ഗുരുകുലങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ, മറ്റു രാജ്യങ്ങളിലില്ല, മറ്റു പലയിടത്തും വന്നപ്പോഴേക്കും അവിടെയെല്ലാം ഒരു എന്താ പറയാ, പ്രാകൃതം എന്ന് തന്നെ വിളിക്കാവുന്ന തരം ഒരു സംസ്കാരമാണ് നിലനിന്നത് എങ്കിൽ ഈ രാജ്യത്തിന് മാത്രം ഗംഭീരമായിട്ടുള്ള ഒരു സംസ്കാര ബോധമുണ്ട്, സജീവമായിട്ടുള്ള ജ്ഞാനസമ്പത്തുണ്ട്. ആ ജ്ഞാനസമ്പത്തിനെ കെടുത്താൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ ഒരു മാർഗം അവലംബിച്ചില്ലെങ്കിൽ ഈ രാജ്യത്തെ കീഴടക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞ മാർഗം എന്താണ്? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഈ രാജ്യത്തിലെ ആളുകൾക്ക് സ്വയം അപമാന ബോധം ഉണ്ടാവണം. അതിൽ ബ്രിട്ടീഷുകാർ കേമമായി ജയിച്ചു. ഇതിന് തൊട്ടു മുമ്പ് വന്ന ആൾക്കാരെല്ലാം ഗസ്നി ഗോറി പോലുള്ള പ്രദേശത്ത് അല്ല, അത്തരം ആൾക്കാർ അഫ്ഗാൻ പോലുള്ള ഗാന്ധാര ദേശത്ത് നിന്ന്, ഗാന്ധാരം എന്ന് തീർച്ചയായും പറയണം, കാരണം മഹാഭാരതത്തിൽ ഗാന്ധാരി വന്ന ശകുനിയുടേതായിട്ടുള്ള നാടാണ് ഗാന്ധാരം. ഇന്നത്തെ ഖണ്ഡഹാർ എന്നൊക്കെ പറയുന്ന അഫ്ഗാൻ പ്രദേശം, ഇതെല്ലാം അവിഭക്ത ഭാരതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു.
നോക്കൂ, അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഗസ്നിയും ഗോറിയും ഇന്നാട്ടിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോ ഇവിടുത്തെ മുഴുവൻ സ്വർണം മല്ല് കണക്കിന്, മല്ല് എന്ന് പറയുന്നത് കിലോയുടെയും അപ്പുറമാണ്, അങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുമ്പോൾ മനുഷ്യരോടായി അവിടുത്തെ വിഗ്രഹങ്ങൾ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് വിഗ്രഹവും കെട്ടിപ്പിടിച്ച് സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടിയത്. ആയിരക്കണക്കിന് ജഡങ്ങൾ പൊങ്ങിക്കിടന്നു, വിഗ്രഹം കിട്ടിയില്ല. അടുത്ത വരവിന് 18 തവണയാണ് വന്നത്. അടുത്ത തവണ വരുമ്പോഴേക്കും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം ചാടി മരിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ നമ്മുടെ അപ്പനെ കൊടുത്തിട്ടില്ല, നമ്മുടെ വിഗ്രഹം കൊടുത്തിട്ടില്ല, അതവിടെ ഉണ്ട്. അടുത്ത തലമുറ അതിനെ കൊണ്ടുവരും, വീണ്ടും പൂർവാധികം ഭംഗിയോടെ പ്രതിഷ്ഠിക്കും, വീണ്ടും വരും 18 തവണ. ഹിസ്റ്ററി നോക്കുക, ചരിത്രം നോക്കുക. എന്തു ടീച്ചർ പറഞ്ഞു വന്നതുകൊണ്ട് വിശ്വസിക്കണമെന്നില്ല. 18 തവണ വന്നപ്പോഴും ഇത് ഗംഭീരമായി കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന സദ്ഗുരു ഒരു ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ കേൾക്കുകയും ചെയ്തു. എന്നെ അമ്പരപ്പിച്ചു. ഇതാണ് ഭാരതീയത, ഇതാണ് സനാതന ധർമ്മവിശ്വാസം. നിങ്ങൾ ഞങ്ങളുടെ അമ്പലത്തെ ആക്രമിച്ചാൽ സാരമില്ല, ഞങ്ങൾ വീട്ടിലൊരു അമ്പലം ഉണ്ടാക്കി വെക്കും. ഇനി നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അമ്പലത്തിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാമുറിയെ ആക്രമിച്ചാൽ ഞങ്ങൾ ആ വിഗ്രഹത്തിന് കുഞ്ഞു രൂപത്തിൽ മോതിരമായിട്ടും മാലയുടെ അറ്റത്തും കോർത്തു വെക്കും. ഇനി നിങ്ങൾ ഇതും വലിച്ചു പറിച്ച് കളഞ്ഞുവെങ്കിൽ ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ ചേർത്ത് വെക്കും, അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു തതിയെ ഇല്ലാതെയാക്കാൻ ആർക്കാ സാധിക്കുക? ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിശ്വാസം എന്നത്, നമ്മുടെ സംസ്കാരം എന്നത്, നമ്മുടെ ചിന്തകൾ എന്നത്, നമ്മുടെ ബിംബങ്ങൾ എന്നത്, നമ്മുടെ ആചാരങ്ങൾ എന്നത്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ എന്നത് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്താ വെച്ചിരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അതിൻ്റെ ഉള്ളിലെ ഞാനുണ്ടല്ലോ, ആ ഞാനാകാനാണ് എൻ്റെ കൊതി. അതാണ് അഹം ബ്രഹ്മം. ആ ഞാനാകാൻ എനിക്കൊരു ജന്മം അല്ലെങ്കിൽ 2 ജന്മം അല്ലെങ്കിൽ 1000 ജന്മം എടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. പക്ഷെ അത് ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് ഇന്ന് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രബലമായി നിൽക്കുന്ന പല ക്ഷേത്ര സങ്കല്പങ്ങളും ക്ഷേത്രങ്ങളും. ക്ഷേത്രം എന്ന് പറയുന്നത് ഇതര സംസ്കാരങ്ങളെ പോലെ നമുക്ക് പ്രാർത്ഥനാലയങ്ങളല്ല. പ്രാർത്ഥിക്കാൻ ഒത്തുകൂടേണ്ട, എല്ലാവരും കൂടെ ഉറക്കെ അങ്ങനെയുള്ള ഇടങ്ങളല്ല, മറിച്ച് ഇതെല്ലാം ഊർജസ്തംഭങ്ങളാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. കേമമായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ ഏറ്റവും, അതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ കാലൊന്ന് വെക്കുമ്പോൾ തന്നെ നമ്മുടെ പെരുവിരലിൽ ആ തരിപ്പ് കയറുന്നത്. അതെങ്ങനെയാ, എവിടെ നിന്നാ വന്നിരിക്കുന്നത്? അത് ഇവിടെയുള്ള ഒരു ഊർജ്ജമാണ്. നോക്കൂ, ഇവിടെ ഇത്രയും ആൾക്കാർ ക്ഷമയോടുകൂടി തന്നെ ക്യൂ കയറി തൊഴുത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നിൽക്കണമെങ്കിൽ എന്തോ ഒരു അത്ഭുതം ഇവിടെ ഇല്ലേ? ഈ അത്ഭുതം എന്ന് പറയുന്നതാണ് ആ മൂർത്തി. ആ മൂർത്തി തന്നെയാണ് നിന്റെ ഉള്ളിലും. ആ മൂർത്തിയായി മാറാനോ ആ മൂർത്തിയിൽ വിലയം പ്രാപിക്കാനാണോ അതാണ് നിന്റെ ജീവിതം. അതാകണം, നരൻ നാരായണനാകണം എന്ന് പറഞ്ഞു തന്ന സാക്ഷാൽ പാർത്ഥസാരഥിയാണ്. എന്ന് മാത്രമല്ല, ജീവിതമാകുന്ന തേരിൽ തെളിക്കാനായിട്ട് തേരാളിയായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് നിർത്തിക്കോളൂ, അദ്ദേഹം കൃത്യമായി ദിശ കാട്ടി തരും.